അപ്പൊ ചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയ വീഡിയോ കണ്ടില്ലേ, ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് പോയത് കാണാം. ഞങ്ങളെല്ലാരും കൂടി നിക്കണതുണ്ടല്ലോ ഏതോ ഒരു പുഴവക്കത്താണ്. പിന്നെ എല്ലാം കൂടി ഈ ഉറുമ്പ് വരിവരിക്ക് അരിച്ചു പോണ പോലെ പോണത് എങ്ങോട്ടാണെന്ന് അറിയാം, പുഴന്റെ നടുക്കിലേക്കാണ്. വേറെ ഒന്നിനല്ല, എരുന്ത് വാരാനാണ്. പിന്നെ പുഴന്റെ നടുക്ക് നന്നിക്കാണെങ്കിൽ നല്ല ആഴുണ്ട് എന്ന് വിചാരിക്കും, പക്ഷെ തീരെ ആഴില്ല കേട്ടോ. നമ്മളെ കാലിന്റെ മുട്ടിന്റെ താഴെ വെള്ളമുള്ളൂ. അമ്മമാരും അനിയന്മാരും എല്ലാരും പറഞ്ഞു ഞങ്ങളൊന്ന് എരുന്ത് വാരിയിട്ട് വരാന്ന്. പിന്നെ ഞങ്ങൾ കേട്ടാ വീഡിയോ ഞങ്ങളും പാഞ്ഞ് വണ്ടിയുമ്പോൾ കയറി. ഒരുമ്പം പറഞ്ഞാൽ ഞങ്ങൾ കരയ്ക്ക് നിന്ന് കാണുള്ളൂ, നിങ്ങൾ എരുന്തെടുത്താൽ മതി എന്നാണ്. പക്ഷെ വെള്ളം കണ്ടപ്പോ എല്ലാം ചാടി ഇറങ്ങി. പിന്നെ അങ്ങോട്ട് പുഴയിലൊരു യുദ്ധം തന്നെയാണ്. പുഴ എന്നെ വിചാരിക്കണ്ടാവും എവിടുന്ന് കുറ്റും പറിച്ച് ഇറങ്ങിയതാണ് ഈറ്റിങ്ങളൊക്കെ. ആദ്യം തന്നെ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് കുറച്ചുള്ളതിനപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെ കുറേ ഇവരൊക്കെ ഉണ്ടല്ലോ ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആൾക്കാരാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇതൊന്നല്ല സ്ഥിതി. കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം ചാടിയുണ്ട് വെള്ളത്തിൽ. ഞങ്ങൾ കുറേ ആൾക്കാരുള്ളതിനെ കൊണ്ട് ഈ ഒരു ചാക്ക് നിറയാനായിട്ട് അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഇനി അപ്പുറത്തിന് ഏട്ടൻ പോയിട്ട് ഒരു ചാക്കും കൂടെ മേടിച്ചോണ്ടെന്ന്. നിങ്ങൾ കാണണ്ടോന്ന് അറിയില്ല, അതിന്റെ അടിയിലൊക്കെ ഇരുന്നുണ്ട് കേട്ടോ. പിന്നെ ചുറ്റിലും ഇത്രയും വെള്ളം ഉണ്ടായിട്ടും കുടിക്കുക ഏട്ടനെ കൊണ്ട് വെള്ളമൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, അത് അത്ര വെള്ളമുള്ളൂ. പീലിക്കുട്ടി ഇരുന്നിക്കാണെങ്കിലും മുങ്ങാനുള്ള വെള്ളം. അങ്ങനെ കടലിൽ മൊത്തം മുങ്ങി തപ്പി നമുക്ക് 2 ചാക്ക് എരുന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് ദൂരേക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടന്മാരൊക്കെ അവിടെയാണ്. ഇത് നമ്മൾ സാധാരണ എരുന്തല്ല കേട്ടോ. ഈ കറുപ്പ് കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ്, നമ്മൾ പൂഴിയിലൊക്കെ ഉണ്ടാവില്ല, ഞങ്ങൾ അതിനെ കാരെരുന്ത് എന്നാണേ പറയാ. അങ്ങനെ എരുന്ത് നിറച്ച ചാക്കൊക്കെ ഞങ്ങൾ കരക്കിലെത്തിച്ചിട്ട് ഇനി ഇത് നാട് കടത്തണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ.